പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ആത്മസംസ്കരണത്തിൻ്റെ നിറസാഫല്യവുമായി വിരുന്നെത്തിയ പരിശുദ്ധ റംസാനിലെ ധന്യ ദിനരാത്രങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് കയ്യിൽ മെഹന്തി അണിഞ്ഞ് പുത്തനുടുപ്പിട്ട് തക്ബീർ ധ്വനികളുമായി പെരുന്നാളിനെ വരവേൽക്കാനിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഒരു ഈദുൽ ഫിത്തർ സല്ലാപം. ഇതിൽ എന്നോടൊപ്പം കേരളത്തിലെ ആൽബം മേഖലയിൽ അറിയപ്പെടുന്ന മാർക്കറ്റിംഗ് കമ്പനിയായ ഓറഞ്ച് മീഡിയയുടെ MD ഷാജി ഓറഞ്ച്, അതുപോലെ തന്നെ നിരവധി നല്ല ആൽബങ്ങളിലൂടെ നല്ല മെസ്സേജുകളും നമുക്ക് സമ്മാനിച്ച ഡയറക്ടറായ സിറാജ് ഫാൻറ്റസി ഷാനി ഫൈറൂഖ്, ഞങ്ങൾക്കൊപ്പം തന്നെ പട്രുമാൽ എന്ന റിയാലിറ്റി ഷോയിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ശ്രദ്ധേയനായ മുത്തു പട്രുമാൽ. ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും നിങ്ങൾക്കൊപ്പം പങ്കിടുന്നു. ഇപ്പോൾ എന്തായാലും ഷാനിക്ക, ഇവരെല്ലാവരും തന്നെ നമ്മുടെ എല്ലാവരുടെയും പെരുന്നാൾ വിശേഷങ്ങളെക്കുറിച്ചും നമ്മുടെ പുതിയ വിശേഷങ്ങളെക്കുറിച്ചും അറിയാനുള്ള താല്പര്യത്തോടു കൂടി ഇരിക്കുകയെന്നറിയാം. അപ്പോൾ വല്ലാതെ നീട്ടി വിളിക്കുന്നില്ല. ആദ്യം ഷാനിഫ്കയുടെ വിശേഷത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം. 8-9 വർഷക്കാലമായി താങ്കളും ഈ ഫീൽഡിൽ ഒരു നിര സാന്നിധ്യമാണ്. നിങ്ങളുടെയും വിശേഷങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഇവർക്കുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ അനുഭവങ്ങൾ, ഈ 9 വർഷക്കാലത്തിനടുക്കുള്ള അനുഭവങ്ങൾ ഒക്കെ നമുക്ക് ഇവർക്ക് മുന്നിലൊന്ന് പങ്കിടാം. അത് ഷാനിഫ്കയിലൂടെ തുടങ്ങി ഇവിടെ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാ, ആദ്യമായി സർവശക്തനായ തമ്പുരാനോട് സ്തുതി അർപ്പിക്കുന്നു. കാരണം 8-9 വർഷം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് തന്നെ വലിയൊരു പടച്ചവൻ്റെ അനുഗ്രഹവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം 9 വർഷത്തെ എൻ്റെ ഇൻഡസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ ഓറഞ്ച് മീഡിയ ഷാജിക്ക പോലെയുള്ള വ്യക്തികളുടെ ഒരു കാരുണ്യം തന്നെയാണ്. കാരണം ഒരുപാട് വർക്കുകൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓറഞ്ച് മീഡിയ മാർക്കറ്റിംഗ് കമ്പനിയിലൂടെയുള്ള ഒരു ബൂസ്റ്റപ്പ് തന്നെയാണ്. സിനിമ ഇൻഡസ്ട്രിയോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ ആൽബം ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട്, അപ്പോൾ താജുക്ക മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ താജുദ്ദീൻ വടകര, ഷാഫി കൊല്ലം, നമ്മുടെ സലീം കൊടത്തൂർ, അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ഒരുപാട് കലാകാരന്മാരെ വെച്ചിട്ട് വർക്ക് ചെയ്ത് അത് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തിയതിൽ എനിക്ക് ഷാജിക്കാട് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ ഈദുൽ ഫിത്തറിൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 3 കൊല്ലമായിട്ട് 2013 ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ഒരു ടേബിളിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഞാനും ഇപ്പോൾ ഷാജിക്ക അങ്ങനെയുള്ള സലീം കോടത്തൂരിനൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചർച്ചയ്ക്കിട്ടിട്ടാണ് ഈദുൽ ഫിത്തർ നമ്മൾ ആദ്യമായിട്ട് വിപണിയിലെത്തിക്കാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തികച്ചും വ്യത്യസ്തത തന്നെ ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള പെരുന്നാൾ വർക്കുകളിൽ നിന്നും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെ വന്ന ഒരു പ്രൊജക്റ്റാണ് ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ 2013, 2014, 2015 ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത്. 2013 വളരെ വ്യത്യസ്തം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം തിരഞ്ഞെടുത്തൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2013 അദ്ദേഹം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഞാനും സിറാജ് ഫാൻറ്റസിയും അല്ലാണ്ട് തന്നെ വേറെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അന്നത്തെ ഒരു മാർക്കറ്റിംഗ് ലെവലിൽ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ 6 ഡയറക്ടേഴ്സ്, രമേശ് പാലമാട്, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ജമാൽ ബി ബാപ്പു, സിറാജ് ഫാൻറ്റസി, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഡയറക്ടേഴ്സിൻ്റെ ഒരു കോമ്പറ്റീഷൻ വന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈദുൽ ഫിത്തർ വളരെയധികം എന്താ പറയുക, പ്രൊമോട്ടിങ്ങും അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അത് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് പുറത്തേക്ക് വന്നത്. അപ്പോൾ ആദ്യത്തെ 2013 തന്നെ ഈദുൽ ഫിത്തർ സത്യത്തിൽ വളരെയധികം ഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു വർക്കായി പോകാനുള്ള ഒരു കാരണം ആ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു. കാരണം 6 സോങ് ആയിരുന്നു ഒരു CD-യിൽ, 6 സോങ്ങും 6 ഡയറക്ടേഴ്സ്. അപ്പോൾ വ്യത്യസ്തമുള്ള 6 വിഷ്വൽസ് നമുക്ക് നമ്മുടെ കലാകാരന്മാരെ വെച്ചിട്ട്, ഇപ്പോൾ താജുക്കാൻ വെച്ച് ഞാനാണ് ചെയ്തത്, സലീം കോടത്തൂരിനെ വെച്ചിട്ട് നമ്മുടെ സിറാജ് ഫാൻറ്റസി. അപ്പോൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ ഓരോ കഴിവും അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങുകളും ഉണ്ടായതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്തർ വളരെയധികം ഒരു പ്രൊമോട്ടിങ്ങിനാണ് കേരളത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ രണ്ടാം ഭാഗമായിട്ടുള്ള ഈദുൽ ഫിത്തർ 2014 ഇറങ്ങുമ്പോഴും നമ്മൾ ചിന്തിച്ചത് വേറൊരു തരത്തിൽ. കാരണം അന്ന് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു കലാകാരനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു രണ്ടാമത്തെ ഈദുൽ ഫിത്തറിൻ്റെ ഒരു ചർച്ച വന്നത്. അതും ആ കൊല്ലം വളരെ ഹിറ്റായിരുന്നു. ജനഹൃദയങ്ങൾ ശരിക്കും ഏറ്റെടുത്തു. കാരണം 2ാം കൊല്ലം വ്യത്യസ്തത ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അതിലും വ്യത്യസ്തത തന്നെയാണ് നമ്മളിപ്പോൾ 2015 2015 ഈദുൽ ഫിത്തറിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്ത തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടുത്തിയുള്ള ഒരു മീഡിയ തന്നെയാണ് ഓറഞ്ച് മീഡിയ. അപ്പോൾ ഈ 2015 ഈദുൽ ഫിത്തറിൽ ഒരുപാട് വളർന്നു വരുന്ന ഒരുപാട് ഗായകന്മാരെയും ഒരുപാട് കലാകാരന്മാരെയും ഇതിൽ ഷാജിക്ക പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തുക. ചെറിയ കല നമ്മുടെ നാട്ടിലുള്ളതും പുറത്തൊക്കെ ആയിട്ടുള്ള പലവിധ, അപ്പോൾ ഈ വലിയ ആർട്ടിസ്റ്റുകളിപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മൾ താജുക്ക, സലീംക്ക അവരുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ മുത്തുപൊട്ടും ഇവരൊക്കെ കൂടെ ചെറിയ കലാകാരന്മാരും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് തന്നെ അതൊരു ബൂസ്റ്റപ്പ് തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തത കൂടി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ഒരു നമ്പർ 1 എന്ന് പറയുന്നത് സോങ് തന്നെയാണ്, വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു സോങ് തന്നെയാണ് ഇതിൽ. സിറാജ് ഫാൻറ്റസി നമുക്ക് വളരെ നല്ല രീതിയിൽ ഡാൻസും അതുപോലെ തന്നെ ഗ്ലാമർ, നമ്മളെ താജുക്കാട് സലീമിലൊക്കെ വളരെ ഗ്ലാമറായിട്ടുള്ള നല്ല ഷോർട്സുകൾ, മുത്തു പട്രുമാലിൻ്റെ നല്ല രസകരമായിട്ടുള്ള ലിപ്പുകൾ, പിന്നെ സുബ്രുദ്ദീനിൻ്റെ നമുക്ക് പാട്ട് കേട്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക കോരിത്തെരിപ്പിക്കുന്ന ഷോട്ടുകളടക്കം നമുക്ക് സിറാജ് ഫാൻറ്റസി ഇതിലൂടെ നമുക്ക് വ്യത്യസ്തം നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അതിലുപരി നമുക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഗൾഫ് നാടുകളിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു 2-3 സോങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നൊരു വർക്ക് കൂടിയുണ്ട്. അപ്പോൾ അതും വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ എല്ലാ വ്യത്യസ്തകളും നമുക്ക് പെരുന്നാളിന് തരുന്നത് ഓറഞ്ച് മീഡിയ തന്നെയാണ്. പല മാർക്കറ്റിംഗ് കമ്പനിക്കും നമുക്ക് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന വ്യത്യസ്തതയുള്ള ആൽബം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മൾ ഓറഞ്ച് മീഡിയയാണ്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാൾ ഓറഞ്ച് മീഡിയയുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഈദുൽ ഫിത്തറിൻ്റെ വിശേഷങ്ങളുടെ കൂടെ എല്ലാവരും അതിന് ചെറിയ കാസറ്റൊക്കെ വാങ്ങിയിട്ട് വിജയിപ്പിക്കുക, നല്ല നല്ല പാട്ടുകൾ, അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഇപ്രാവശ്യം പെരുന്നാളിനെ കുറിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടപ്പുറം നമ്മളെ കലാകാരെല്ലാവരും ഇപ്രാവശ്യം ഗൾഫിലാണ്. ഞാൻ മാത്രമേ കൊടൈക്കനാലാണ് ഉണ്ടാവുള്ളൂ. ഞാനും ഷാജിക്കാൻ മാത്രമേ കൊടൈക്കനാലുള്ളൂ ഇപ്രാവശ്യം. കാരണം ഈദുൽഫിത്തറിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നത് കൊടൈക്കനാലാണ്. മറ്റുള്ളവരൊക്കെ എല്ലാവരും സിറാജ് ഫാൻറ്റസി, മുത്തു പട്രുമാൻ, സെലി എല്ലാവരും ഇപ്രാവശ്യത്തെ ആഘോഷം ഗൾഫിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്കൊരു വ്യത്യസ്തത ഉള്ളത് ഇപ്പോൾ ഈ കൊല്ലം അതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക എല്ലാവരുടെയും കൂടെ ഒരു അനുഭവം തന്നെയായിരുന്നു ഈദുൽ ഫിത്തറിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട് നൈറ്റായിരുന്നു കൂടുതലും ഷൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളും നമ്മൾ പരിചയമുള്ളതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമിച്ചുള്ള ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതൊരു പെരുന്നാൾ തന്നെയാണ്. ഒരു പെരുന്നാൾ ആഘോഷം തന്നെയായിരുന്നു ഈദുൽ ഫിത്തറിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും അടിച്ചു പൊളിച്ചു. വളരെ എന്താ പറയുക, ഇനിയും സത്യം പറഞ്ഞാൽ ഒരു ഫീലിംഗ് ആണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഒരു വർഷം വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫീലിംഗ് തന്നെയാണ്. ഷാനിഫ്ക പറഞ്ഞ പോലെ തന്നെ 2015 ഈദുൽ ഫിത്തറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്കുള്ള പെരുന്നാൾ സമ്മാനം. ഈ 2015 ഈദുൽ ഫിത്തറിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചീഫ് ഗസ്റ്റുകളായ ആരെയും തന്നെ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരുപാട് നല്ല കലാകാരന്മാർ, പാടാൻ കഴിവുള്ള കലാകാരന്മാർക്കും അതുപോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തി ആർക്കും ഒരു മുൻഗണന ഇല്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈദുൽ ഫിത്തർ ഒരുക്കിയിരിക്കുന്നത്. അത് ഒരേ മനസ്സുള്ള, ഒരേ കൂട്ടുകെട്ടിൻ്റെ, ഒരേ മനസ്സുള്ള ഒരുപാട് ഹൃദയങ്ങളുടെ ഒരു പ്രയത്നം തന്നെയാണ് ഈദുൽ ഫിത്തർ എന്ന് നമുക്ക് കൊഞ്ചി കൊഞ്ചി ചിരിക്കുന്ന മുറ്റത്തികൾ ഒരുക്കുന്നു മെനന്തിട്ട കൈവളകൾ അത്തരിട്ട പുത്തനോടുപ്പിട്ട് കൊത്തും പാട്ട് തട്ടമിട്ട തരുണികൾ കൂട്ടം കൂടി കേട്ട് ഒത്തൊരുമിച്ചൊരു മുട്ട തീർത്തിട്ട സുന്നത്ത് നാം കണ്ണുകൾ ചെയ്തിട്ട് സന്തോഷം പങ്കിട്ട്. സിറാജിക്കയും അത് വളരെ നല്ല രീതിയിൽ തന്നെ അത് പ്ലാൻ ചെയ്തു. എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തു ഈദുൽ ഫിത്തർ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ ഷാനിഫ്കയുടെ വിശേഷം പറഞ്ഞു. ഷാനിഫ്കയും സത്യത്തിൽ ദുബായിലോട്ട് തന്നെ ഉണ്ട് പെരുന്നാളിന്. അത് അദ്ദേഹം കൊടൈക്കനാലിൽ നിന്ന് തമാശ പറഞ്ഞാണ്. അപ്പോൾ ഞാനും 5-8 വർഷക്കാലമായിട്ട് ഞാനും നാട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഈ ഫീൽഡിൽ വന്ന പോലെ ഗൾഫിലാണ് പെരുന്നാൾ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ നാട്ടിൽ കൂടാത്തതിൻ്റെ ആ ഒരു ടെൻഷൻ ഞാൻ മറക്കുന്നത് ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ പെരുന്നാൾ ആഘോഷം അവിടെ അടിച്ചു പൊളിക്കാന്നുള്ള ആ ഒരു സന്തോഷം മാത്രമല്ല. എന്തായാലും കുറച്ച് നേരമായിട്ട് ഇവിടെ ഒരാൾ സൈലൻ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുക്കയുടെ വിശേഷത്തിലേക്ക് കിടക്കാം. എൻ്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഈ ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ ഇന്ന് ഈ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ പെരുന്നാൾ വിശേഷം. ഈദുൽ ഫിത്തറിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ അന്നത്തെ ലൊക്കേഷനിൽ സക്കീർ, ആലുവ, താജുദ്ദീൻ, താജുക്ക, പിന്നെ സലീം കൊടുത്തൂർ, ഷാനിഫ് ഫൈരൂർ, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു വേദിയിൽ എനിക്കും അവരോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു. അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ അതിൽ അഭിനയിച്ചു. പക്ഷെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവർ കുറഞ്ഞു, ഇവർ കുറഞ്ഞു, അങ്ങനത്തെ ഒരു പരാതി ആർക്കും ഒരു പരാതിയില്ല. അത് യൂഷ്വലി കണ്ടാൽ സലീം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും.
അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നുണ്ട് സിറാജ് ഫാൻറ്റസി. ആ സിറാജ് ഫാൻറ്റസിയുടെ ആ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഷാനി ഫൈരൂർ അതേ ഇതിൽ തന്നെ വെച്ചിട്ട് വേറൊരു പാട്ടും, അപ്പോൾ ഒരു വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ 2-3 ആൽബം അന്ന് അവിടെ തന്നെ ഈദുൽ ഫിത്തറിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷം. പിന്നെ മുത്തുവിനെ കുറിച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു അല്ല എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരോട് പറയാൻ വെച്ചാൽ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു വ്യത്യസ്തമുള്ള ഒരു പാട്ടുകാരനാണ്. കാരണം എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഒരുപാട് നല്ല കഥാപാത്രം വെച്ചാൽ ഒരു അഭിനയിക്കാൻ വിളിച്ചാൽ തന്നെ അല്ലെങ്കിൽ വളരെ കോൺഫിഡൻറ്റോട് കൂടി അദ്ദേഹത്തിന് ഭയങ്കര ക്രൈസാണ്. കാരണം എപ്പോഴും ഇപ്പോൾ ഡയറക്ടേഴ്സിനൊക്കെ നല്ല കണക്ഷനാണ്, ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. അപ്പൊ അതന്നെ ഒരു കലാകാരന്റെ ഒരു നല്ല ഒരു സംഭവമാണ്. കാരണം അതിനൊരു താല്പര്യം വരിക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം അവർക്ക്, അല്ലെങ്കിൽ സിറാജിക്ക എന്തെങ്കിലും വർക്കുകളുണ്ട് വിളിക്കണം. അപ്പൊ ആ ഒരു താല്പര്യം തന്നെയാണ് സത്യത്തിൽ ഒരു കലാകാരന്റെ ആ ഒരു ഇത് തീർച്ചയായിട്ടും ഒത്തുവരുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ എൻ്റെ പെരുന്നാളിന് ആദ്യമായിട്ടാണ് ഞാൻ സലീം കെയുടെയും ഷാനിഫ് കെയുടെയും സിറാജ് കെയുടെയും കൂടി ഗൾഫിൽ പോകുന്നത്. അതും എൻ്റെ ഒരു വലിയൊരു മറക്കാനാവാത്ത അനുഭവമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇനി ബാക്കിയുള്ളവർ എന്തായാലും ഷാനിഫ് പറഞ്ഞ മാതിരി മുത്തു വളരെ അഭിനയിക്കാനും പാടാനും എല്ലാത്തിലും വളരെ താല്പര്യമുള്ള ഒരു നല്ല കലാകാരനാണ് പറയാം. പിന്നെ ഇവിടെ ഷാനിഫ്ക സലീംക എന്ന് മുത്തുക്ക സംബോധന ചെയ്തതിന്റെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. അതല്ല, അത് മാത്രല്ല, അതും ഒരു ഇതുണ്ട്. പിന്നെ രണ്ടാമത് നമ്മളെക്കാളും പ്രായം കുറവാണെന്നും ഈ ഓഡിയൻസിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 മക്കളുടെ പിതാവും 4 പെൺകുട്ടികളാണ്. അടുത്ത വർഷം മുതൽ ഞങ്ങൾ ഒരു ഒപ്പന ടീം ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ മുത്തുക്കാട് വിശേഷം അറിഞ്ഞ് ഇനി ഷാജിക്ക എന്ന് പറയുന്ന ആളെ ഇപ്പോ ഷാനിഫ്ക്കും അതേപോലെ തന്നെ മുത്തും ഒക്കെ പറഞ്ഞു. ഷാജിക്കയുടെ കാര്യം 3 വർഷക്കാലമായിട്ട് ഈദുൽ ഫിത്ർ സമ്മാനിക്കുന്നു. ഒരു 8 വർഷത്തോളമായിട്ട് മാപ്പിളപ്പാട്ടിൽ നിറസാന്നിധ്യമായി ഒരുപാട് നല്ല ആൽബങ്ങളൊക്കെ സമ്മാനിക്കുന്നുണ്ട് ഷാജിക്ക. എന്താണ് ഷാജിക്കയുടെ വിശേഷം? ഈ ഈദുൽ ഫിത്ർ ജനങ്ങളിൽ എത്തിക്കുമ്പോൾ അവർ തരുന്ന ആ ഒരു പ്രോത്സാഹനം എത്രമാത്രമാണ്, അവർ അറിയിക്കുന്ന അഭിനന്ദനം എത്രമാത്രമാണ്, അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സംതൃപ്തി എത്രമാത്രമാണെന്ന് നമുക്ക് ഓഡിയൻസിനോടൊന്ന് വിവരിക്കാൻ പറ്റും. അപ്പോൾ ഷാജിക്ക, ഇപ്പോൾ ഷാനിഫും അതുപോലെ തന്നെ മുത്തുവൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മേഖലയിലെ ഒരു നിറസാന്നിധ്യം, ഒരുപാട് നല്ല ആൽബങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമ കൂടിയായ ഷാജിക്ക. അദ്ദേഹത്തിൻ്റെ വിശേഷമാണ്. ഷാജിക്ക, ഈ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് 3 വർഷക്കാലമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. 8 വർഷത്തോളമായിട്ട് നിങ്ങൾ ഈ ഫീൽഡിൽ നിറസാന്നിധ്യമാണ്. നിങ്ങൾക്ക് പെരുന്നാൾ വിശേഷങ്ങളെക്കുറിച്ചും ഈദുൽ ഫിത്തർ വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് ഈ ഓഡിയൻസിന് മുന്നിലൊന്ന് വിവരിക്കാൻ പറ്റും? ശരി പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3ാമത്തെ വർഷമാണ് ഇപ്പം നമ്മൾ ഈദുൽ ഫിത്തർ വിപണിയിൽ എത്തിക്കുന്നത്. ഈ 3 വർഷം നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓരോ വർക്കിലും ഓരോ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പം ഇതിലൊക്കെ സാമ്പത്തികമായിട്ട് ആ ഒരു ലാഭമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഷാജിക്ക് തന്നെ പറയാറുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ലാഭമല്ല എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരാള് വിളിച്ച് നമ്മോട് ഷാജിക്ക ഈദുൽ ഫിത്തർ സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിന് കിട്ടുന്നല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പല പല ഭാഗത്തു നിന്നും നമ്മൾ ഈ CD സാധാരണ ഒരു ആൽബം ഇറക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യമാണെങ്കിലും എല്ലാ പ്രാവശ്യം CD സാധാരണ കടകളിൽ പോണേക്കാട്ടിയും കുറച്ചും കൂടി നന്നായിട്ട് പോകുന്ന ഒരു CD ആണ് ഈദുൽ ഫിത്തർ. 3 വർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ഒരുവിധം ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മളെ വർക്കിൽ. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം അല്ലെ ആ ഈദുൽ ഫിത്തറിൻ്റെ ആ ഷൂട്ടിന് നമുക്ക് ഒരുപാട് ആളുകളെ ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു അവസരമാണ്. അന്നൊരു കുടുംബത്തെ പോലെ എല്ലാം മറന്നിട്ട് നമ്മൾ ആ നോമ്പൊക്കെ എടുത്ത് നല്ല എന്താ പറയുക, എല്ലാ ആളുകളും മിക്കവാറും നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ പ്രാവശ്യം നൈറ്റിലായിരുന്നു, ഈ പ്രാവശ്യം അതേപോലെ നൈറ്റിലായിരുന്നു. അപ്പം അന്ന് ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ, പിന്നെ അന്ന് കാരണം ഏറ്റവും കൂടുതൽ പറയണ ഈ താജുക്ക സെറ്റിലുണ്ടെങ്കിൽ വളരെ കോമഡി. അല്ല ആളൊരു ചെറിയ മോഹൻലാലാണല്ലോ. മോഹൻലാലിന്റെ സാധനം ഒരിക്കൽ സിനിമാ നടൻ സിദ്ദീഖ പറഞ്ഞു, മോഹൻലാലിന് ദിലീപിലുണ്ടായ മോനാണ്. അല്ല താജുക്ക വേറെയും പറഞ്ഞിട്ടാ ഇവിടെ ഇരിക്കുന്നുണ്ട് താജുക്ക അടിവെപ്പ്. അല്ല താജുക്ക വേറെ ഡയലോഗ് എന്നെ പറയുന്നത് മാപ്പിളപ്പാട്ടിലെ വേണുനാഗവല്ലി. മാപ്പിളപ്പാട്ടിലെ വേണുനാഗവല്ലി അല്ലേ? അപ്പൊ ഇനിയും തുടർന്ന് നമുക്ക് ഈദുൽ ഫിത്തർ ഇൻഷാ അല്ലാഹ് എൻ്റെ നമുക്ക് എല്ലാ വർഷവും ഈ വർഷം നന്നായി എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും
നല്ല റിസൾട്ടാണ്. അതുപോലെ അടുത്ത വർഷം ഇതേ കൂട്ടായ്മയിലൂടെ നമുക്ക് ഇതിനെക്കാട്ടിയും ഗംഭീരമായിട്ട് നമുക്കത് ചെയ്യണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നോടെല്ലാവരും സഹകരിക്കുന്നുണ്ട് വളരെയധികം നന്നായിട്ട്. അത് നിന്നെ പ്രത്യേകിച്ച് പറയണം. പിന്നെ താജുക്കയാണെങ്കിലും മുത്തു പട്ടർമാർ, ഡയറക്ടർമാരായ സിറാജ് ഫാൻറ്റസി, ഷാനി ഫൈരൂർ, പിന്നെ ഷക്കീർ ആലുവ. ഇതിൻ്റെ പ്രത്യേകത ടൈറ്റിൽ സോങ് ചെയ്തിട്ടുള്ളത് തന്നെ നമ്മളെ അറിയാലോ, മാപ്പിളപ്പാട്ടിലെ എന്താണ്, മാപ്പിളപ്പാട്ടിന്റെ ആൽബം മേഖലക്ക് ഒരു നല്ല തുടക്കം കുറിച്ച, പുതുമകൾ സമ്മാനിച്ച് തുടക്കം കുറിച്ച ആൽബം മേഖലയെ കൽബാണ് ഫാത്തിമക്ക് മുമ്പ് സജീവമാക്കിയ സയൻ. അതെ, സയൻ്റെ മ്യൂസിക്കിലൂടെയാണ് നമ്മുടെ ഫസ്റ്റ് സോങ് അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഫൈസൽ പൊന്നാനി. രണ്ടാമത്തെ നമ്മുടെ ഷഹീർ പി സിദ്ദീഖ്, പുതിയ നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയ കഴിഞ്ഞ വർഷത്തൊക്കെ ഗൾഫ് പാട്ടൊക്കെ ചെയ്ത ആളാണ് ഷഹീർ പി സിദ്ദീഖ്. പിന്നെ ഒരുപാട് പുതിയ കലാകാരന്മാർ ഒരുപാട് നമ്മൾ ഈ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമുക്കും എല്ലാവർക്കും ഉള്ള സന്തോഷം. കാരണം ഒരുപാട് നല്ല കലാകാരന്മാരെ അല്ല, ഞങ്ങളതിന്റെ എല്ലാ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് ഒരു വ്യത്യസ്ത ആളായിരുന്നു, സന്തോഷ് പണ്ഡിറ്റ്. അല്ല, പിന്നെ കഴിഞ്ഞ വർഷം അതിന്റെ മേലൊക്കെ പുതുമകൾക്ക് അവസരം ഉണ്ടെങ്കിൽ കൂടി അത് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാൻ അങ്ങനെയുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം തുല്യ കഥാപാത്രങ്ങൾ അല്ല, ഓരോരുത്തർക്കും നമുക്ക് അർഹതപ്പെട്ട വേഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. അതിന് എല്ലാവരും നമ്മളോട് നന്നായി സഹകരിച്ചിട്ടുണ്ട്. അന്ന് ഓരോ ലൊക്കേഷനിൽ പോയാൽ നമുക്ക് കാണാം ഡയറക്ടറാണ് അങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അല്ല ഇവിടെ അതില്ല. അങ്ങനത്തെ നമ്മളെ ഓറഞ്ച് മീഡിയയുടെ സെറ്റിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിറാജിക്കാട് സെറ്റിൽ നമ്മൾ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതിലുപരി ഇവര് ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നമ്മുടെ സെറ്റിൽ എപ്പോഴും സംഭവിക്കാറ് ഡയറക്ടർ ആർട്ടിസ്റ്റ് ആ ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ ചിരികളി. അല്ല, അതിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നല്ല ബന്ധങ്ങളാണ്, നല്ല കൂട്ടായ്മ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ മനസ്സുള്ള ഒരേ ഹൃദയങ്ങളുള്ള ഒരു പറ്റം യുവാക്കളുടെ കൂട്ടായ്മ. അതിപ്പോ നമ്മളെ വർക്കിൽ ചിലപ്പോൾ സിറാജ് ഡയറക്ടറാണ്, ചിലപ്പോൾ ആർട്ട് ചെയ്യുന്നതാണ്. പുറത്തു പോയ വർക്ക് അങ്ങനെ ചെയ്യില്ല, നമ്മളെ വർക്ക്. വേറെ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ രണ്ട് ഡയറക്ടർമാരെ ഇവരെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ബുദ്ധിമുട്ടാണ്. അതെ അത് ശരിയാണ്. അത് എനിക്ക് പക്ഷേ പ്രൊഡ്യൂസറുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ട് ഇവര് അല്ല, അതുകൊണ്ടാണല്ലോ എന്താ പറയാ ഈദുൽ ഫിത്തറിന്റെ നമ്മളെ സിറായിക്കട ഷൂട്ടിന്റെ അന്ന് 1 ലക്ഷം റുപ്യ ബഡ്ജറ്റിലാണ് തോന്നുന്നു മറ്റേ ഫസ്റ്റ് അല്ലേ സിറായിക്ക ഒരു 1 ലാഖ് ഉണ്ടായിരിക്കും ഏകദേശം അടുത്ത്. അപ്പോൾ അന്ന് തന്നെ നമ്മള് ഒരു 20,000 വേറൊരു ആൽബം തീർത്തു. അപ്പൊ അത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ നിന്ന് മാത്രല്ല ഇതുവരെയുള്ള ചെയ്തുള്ള ആൽബങ്ങളൊക്കെ നമ്മള് പരമാവധി പ്രൊഡ്യൂസറിൽ ഇല്ല എന്ന് പറയുമ്പോൾ വളരെ അതിന് അഡ്ജസ്റ്റ്മെന്റ് അത് തന്നെ ഒരു ഡയറക്ടർമാരെ ഈദുൽ ഫിത്തർ ആണെങ്കിലും ഇപ്പോ സലീം കോടത്തിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഷാജിക്ക എന്നുള്ള പ്രൊഡ്യൂസർ ആണെങ്കിലും സിറാജിക്കയുടെ ബേസിൽ ആരതായിക്കോട്ടെ ഏത് പ്രൊഡ്യൂസറും നമ്മൾ ഓറഞ്ച് മീഡിയയുടെ ഇതിൽ നിന്നിട്ട് സേഫ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു പ്രൊഡ്യൂസർക്ക് ഒരു നഷ്ടം എന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഒരു പ്രോഗ്രാമോ ഒരു ആൽബമോ നമ്മൾ പുറത്തിറക്കിയിട്ടില്ല എന്നാണ് അതിന്റെ സത്യം. ഒരുപാട് നല്ല ആൽബങ്ങൾ മാപ്പിള ഗാന ശാഖയ്ക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനും കൂട്ടുകാരനും കൂടപ്പിറപ്പും സഹയാത്രികനുമൊക്കെ ആയ സിറാജ് ഫാൻറ്റസിയുടെ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ ആൽബം ഒരുപാട് ദിവസങ്ങളിലെ പ്രയത്നമാണ്. അതായത് ഉറക്കൊഴിച്ചിട്ടും അതേപോലെ ഭക്ഷണം കഴിക്കാതൊക്കെ, നോമ്പ് പറഞ്ഞിട്ട് പോലും ഭക്ഷണം കഴിക്കാതൊക്കെ തുടങ്ങി ഞങ്ങൾ എഡിറ്റ് ചെയ്യാനും അതേപോലെ ഷൂട്ട് ചെയ്യാനൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വർക്കായിരുന്നു ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ ഉറക്കൊഴിച്ചതിൻ്റെ ഒക്കെ ആ പ്രയത്നം അതിൽ നല്ല രീതിയിൽ തന്നെ ഔട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് പൊതുവെ പ്രേക്ഷകരെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഷാജി ഓറഞ്ചിനും അതുപോലെ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും ഒക്കെ തൃപ്തി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മൊത്തത്തിൽ അറിയാൻ കഴിഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം നന്ദി അള്ളാഹുവിനോട് തന്നെയാണ് പറയാനുള്ളത്, പിന്നെ പ്രേക്ഷകരോടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാജി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരുങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഈദുൽ ഫിത്തർ സ്റ്റോപ്പായി പോകുന്ന ഗതി പോലും എത്തിക്കാൻ ഞങ്ങളെ ഒരു വലിയ ഫണ്ട് ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പോലും ഇങ്ങനെ വർക്ക് ഇറക്കാൻ മുതിർന്ന ഷാജി ഓറഞ്ചിന് ഒരുപാട് നന്ദി എല്ലാവരും പറയേണ്ടതാണ്. പിന്നെ ഈദുൽ ഫിത്തറിൽ എല്ലാവരും എല്ലാ ടെക്നീഷ്യന്മാരും അതുപോലെ ആർട്ടിസ്റ്റുകളും എല്ലാവരും നല്ല സഹകരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു ഞങ്ങളുടെ സെറ്റ് ഇട്ടുണ്ടായിരുന്നത്.
അതിന് സെറ്റ് ഇടാനും അതേപോലെ ആ ഒരു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യാനൊക്കെ നമ്മുടെ ഓർക്കസ്ട്ര കൂടി നിർവഹിച്ച, വേറെ പാട്ടുകൾക്ക് ഓർക്കസ്ട്ര നിർവഹിച്ച സംഗീത അരവിന്ദൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ എയർ ഓഫിലാണ് മുകളിൽ കിട്ടിയത്. ഞങ്ങളുടെ ഓഫീസ് ഭാവിയിൽ വരാൻ പോകുന്നത് ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലായിരുന്നു ആയിരിക്കും ഇൻഷാ അല്ലാ. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഈദുൽ ഫിത്തറിൽ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കിടാന്നുള്ള രീതിയിൽ സലീമിൻ്റെ ചെലവിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഗൾഫിൽ പോവാണ്. സലീമിൻ്റെ സന്തോഷമായിരുന്നു. എന്താ പറഞ്ഞാൽ ഈ ഒരു വർക്ക് നന്നായാൽ ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സലീം ഞങ്ങളെ കൊണ്ടുപോവാണ്. അത് വാങ്ങിച്ചു തരാം. അവന്റെ കെയർ ഓഫിൽ എത്രത്തോളം പേരുണ്ട് അവരെന്നൊക്കെ റെക്കമെൻഡ് ചെയ്ത് മേടിച്ചു. സൗദി പ്രോഗ്രാമിന് ആദ്യമായിട്ട് ഇദ്ദേഹം വന്നിട്ട് തിരിച്ചു വരുമ്പോ കേര കർഷക പട്ടം കൂടി നേടിയിട്ട് വന്നാണ്. എന്തായാലും ഇപ്പൊ വിശേഷങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ ഈ നീണ്ട 8-9 വർഷത്തെ ഈ ആൽബം മേഖലയിലെ ഒരു അനുഭവങ്ങൾ ഒരുപാടുണ്ടാവില്ല. വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും, സന്തോഷിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. സിറാജ് കാക്ക അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? വേദനിക്കുന്ന അതില് അമ്മി കൊണ്ടക്കലായിരുന്നു. അല്ല, ഇതില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്രാവശ്യം ഫസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ഷൗക്കത്ത് വണ്ടൂർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപാട് വർക്ക് പുള്ളിയുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ വർക്കിൽ അല്ലെങ്കിൽ ഓറഞ്ച് മീഡിയയുടെ വർക്കിൽ ആദ്യമായിട്ടാണ് പുള്ളി പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്തത്. തീർച്ചയായും ഷൗക്കത്ത് വണ്ടൂർ പോലുള്ള ഒരാളെ കിട്ടി വളരെ ഭാഗ്യമായി. എന്താണ് അമ്മി പോലും അല്ലേ താഴ്ത്തുനിന്ന് എടുത്തുകൊണ്ടുവരാനും സഹായം, എല്ലാവിധ സഹായങ്ങളും. അല്ല, വേദനിക്കുന്ന അനുഭവമല്ല പറഞ്ഞ് ഷൗക്കത്ത് വണ്ടൂരിന്റെ നമ്മുടെ സിറ്റിയിലുള്ള ആൾക്കാരെ കഥ പറയാം. അപ്പോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷം ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണത്. അമ്മി കൊണ്ടിലൊക്കെ നമ്മൾ തന്നെ ആവും. ചെയർ ഇടലും ആർട്ടിസ്റ്റുകൾ ഇരുത്തലും. നമ്മൾ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായിട്ടോ ഒന്നും ഇരിക്കാറില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ സഹകരിച്ച് നല്ല രീതിയിൽ ചെയ്തെന്ന് പ്രാവശ്യം ഷൗക്കത്തുണ്ട്. കാരണം ഒരു ടെൻഷനും അനുഭവിച്ചില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ആ ഒരു സംഭവം മാത്രം ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ പരമായിട്ടും അതുപോലെ നമുക്ക് എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് എത്തിച്ചെന്നായിരുന്നു ഷൗക്കത്തുണ്ട്. പിന്നെ നമുക്ക് വേദനിക്കുന്ന ഒരു അനുഭവം എന്താന്ന് പറഞ്ഞാൽ ആകെ ഒരു വലിയൊരു ടെൻഷൻ ഉണ്ടാക്കി എന്താണ് ഇതിൽ അഭിനയിക്കാൻ പറ്റില്ല. ഒരു വേഷം ചെയ്യാൻ എനിക്ക് പിന്നെ വേറെ കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാൻ എന്താ വെച്ചാല് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. നമ്മളെ ഈദുൽ ഫിത്തറിൽ ഒരു വേഷം ചെയ്തില്ല എന്നത് വലിയ നഷ്ടം. കാരണം തികഞ്ഞ ഒരു കലാകാരൻ തന്നെയാണ് സിറാജ് ഫാൻസി. കാരണം അദ്ദേഹത്തിന്റെ മുന്നേയുള്ള ഇപ്പോ സ്നേഹക്കൂട് എന്ന് പറയുന്ന ആൽബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് ഹോം സിനിമകളിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം തെരഞ്ഞെടുത്ത് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അഭിനയിച്ച് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് ഇപ്പൊ സ്നേഹക്കൂടൊക്കെ എടുത്തു കഴിഞ്ഞാൽ സലീംകയുടെ ഒരു അനിയനൊക്കെ ആയിട്ട് അഭിനയിച്ചു. അത് മാത്രമല്ല കഥാപാത്രങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കലാകാരൻ കൂടി അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഈദുൽ ഫിത്തറിന് ഒരു എന്താ പിന്നണിയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും സന്തോഷത്തിന്റെ ഇതുണ്ടാകുന്നു. പിന്നെ ഈ ഇത്രക്കധികം ആൽബങ്ങൾ ഇപ്പൊ ഏകദേശം 100ന്റെ മുകളിൽ ആൽബം ഡയറക്റ്റ് ആയിട്ടുള്ള ആളല്ല, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. 100 അല്ല, 1000ന്റെ മേലെ വ്യക്തമായി കണക്കറിയില്ല അല്ലെ, എത്ര അതിന് അർഹമായ സ്ഥാനം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ? അല്ല, ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് ആ ഒരു ബഹുമാനം കിട്ടാറുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മള് ഇപ്പോ സലീം കോടത്തൂരിന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റൂട്ടിൽ ഒരു കലാകാരനും എന്താ പറയാ വ്യത്യസ്തമാർന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം തരാൻ നമുക്ക്. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിനയ കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. എന്താ പറയാ പ്രേക്ഷകരോട് പറയാനുള്ള വെച്ചാല് സലീം കോടത്തൂർ എന്ന് പറയുന്ന ഒരു കലാകാരൻ തികഞ്ഞ ഒരു കലാകാരനാണ്. കാരണം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോ ഞാനൊക്കെ 8 വർഷമായിട്ടുണ്ട് സിറാജുക്ക അദ്ദേഹത്തിന് ചോദിച്ചില്ല. കാരണം മുന്നൊക്കെ തന്നെ സലീം കോടത്തൂർ ഉഴപ്പും. കാരണം എന്താ പറയാ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാല് മൂപ്പൾക്ക് പാടാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇവിടെ പാട് അവിടെ പാട് കോഴിക്കോട് കാസർഗോഡ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ. ഇപ്പൊന്ന് വെച്ചാൽ സലീം കോടത്തൂർ 8 മണിക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ 6:30 മണിക്ക് ലൊക്കേഷൻ ഉണ്ടാവും. അപ്പൊ അത് പഞ്ച്വാലിറ്റിയാണ് ഏതൊരു ആർട്ടിസ്റ്റിന്റെയും മെയിൻ ഒരു ഘടകം എന്ന് വെച്ചാൽ. ആർട്ടിസ്റ്റ് ആവുന്നത് എന്ന് വെച്ചാൽ കോൺഫിഡൻറ്റും പഞ്ച്വാലിറ്റിയാണ്. അതും പിന്നെ നമ്മൾ പറയുന്ന ഏതൊരു ഷോ ഒരു ചമ്മലാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ചമ്മ എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കരച്ചിൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കരച്ചിലാണ്. കാരണം
അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു പാവമാണെന്റെ പെണ്ണില് Yes. അതൊരു ഫീലിങ്സ് എന്ന് വെച്ചാല് എന്താ പറയാ, മറ്റുള്ള പ്രേക്ഷകരെ കരയിപ്പിക്കാൻ അടക്കമുള്ള ഒരു ത്രെഡ്. അതിലെ പ്രത്യേകത വെച്ചാലേ സലീമിന്റെ പാട്ട് കേട്ടിട്ട് കുറെ ആക്സിഡന്റ് കുറഞ്ഞെന്ന് പറയുന്നത് സംഭവം ഉണ്ടായി. എന്റെ കൂട്ടുകാരൻ പറഞ്ഞ അനുഭവമാണ്. കുറെ ആക്സിഡന്റ് നമുക്ക് ഒരാള് പറഞ്ഞു, റോഡിൽ പോകുന്ന വണ്ടി എന്റെ പാട്ടായിട്ടിട്ട് ഇന്നലെ തന്നെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ട്. നമ്മൾ കോഴിക്കോട് പോകുന്ന സമയത്ത് ഞങ്ങള് ഒരു DJ സോങ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. പെട്ടെന്നാണ് പാവമാണ് എൻ്റെ പിന്നെ ഈ DJ സോങ് ഇട്ട് പോകുമ്പോൾ ഇവനോട് ഞാൻ പറയാണ്ട് സ്ലോവിൽ പോവാ, വണ്ടി അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആണ്. എന്നിട്ട് ഇവന് സ്ലോ ചെയ്യണില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഷുഹൈബിനോട് ഈ സോങ് മാറ്റുന്ന അങ്ങനെ ഇത് പാവമാണ് എൻ്റെ പെണ്ണ് ഇട്ടേക്ക്. പിന്നെ 40 എനിക്കുള്ള അനുഭവം എന്താ വെച്ചാല്, അല്ല സത്യത്തിൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോ എനിക്കുള്ള അനുഭവം എന്താ വെച്ചാൽ ഒരുപാട് പ്രേക്ഷകർ, ഇപ്പൊ സലീം കോടത്തിന്റെ ഫാൻസ് ആയിക്കോട്ടെ, ഒരുപാട് പ്രേക്ഷകർ പേഴ്സണലായിട്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഷാനിഫ്ക എല്ലാ ആൽബത്തിലും ഒന്നുകിൽ സലീം കോടത്തൂർ മരിക്കണം, അല്ലെങ്കിൽ സലീം കോടത്തൂരിന്റെ വൈഫ് മരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫിനെ റേപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ക്ലൈമാക്സ് പോണത് എല്ലാ ആൽബത്തിലും. പക്ഷെ അതിന് ഞാൻ മറുപടി കൊടുത്തെന്താ വെച്ചാല്, സലീം കോടത്തൂർ പാടുന്ന പാട്ടുകൾ വിരഹമാണ്, അങ്ങനത്തെ പാട്ടാ പാടുന്നത്. ആൾക്കാരെ കരയിപ്പിക്കുന്ന പാട്ടാകുമ്പോൾ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. സലീം കോടത്തൂർ ഒപ്പന പാട്ട് പാടട്ടെ, പാട്ടിലെന്തായാലും നമുക്ക് സലീമിനെ മരിപ്പിക്കാൻ പറ്റില്ലല്ലോ. കരയേണ്ട ഭാഗം പറഞ്ഞാൽ നമ്മളൊക്കെ ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എന്നെ പോലുള്ള ഈ വരുന്നവർ, ഞാനൊക്കെ ഇപ്പൊ തുടക്കല്ലേ ഗ്ലിസറിൻ ഇല്ലാതെ കരയുന്ന ഒരു അല്ല. അതിന്റെ ഒരു കാരണം ഞാൻ സലീമിനോട് ചോദിച്ചത്, അപ്പൊ സലീമിനോട് പറഞ്ഞാൽ എന്റെ ഉമ്മാനെ പണ്ട് ഓർമ്മ വരുന്നു. അതൊക്കെ അതെന്താന്ന് വെച്ചാല് നമ്മള് ഗ്ലിസറിൻ ഉപയോഗിക്കാത്തതല്ല. കാരണം നമ്മളെ ഈ ഒരു നീണ്ട ഒരു 8 വർഷമായിട്ട് ഇപ്പോഴും അഭിനയത്തിന്റെ പാഠങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അന്ന് അങ്ങനെ കാക്കി പറ്റില്ല. കാരണം ഇപ്പൊ സിറാജ് ഖാക്കറ ഇന്നലെ എന്ന ആൽബമായിരുന്നു സിറാജ് ഖാനെ വെച്ച് ആദ്യം ഷൂട്ട് ചെയ്തു. അന്ന് ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ട് സിറാജ് ഖാടെ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന് സിറാജിക്ക് ഉദ്ദേശിച്ച ഒരു സാധനം എൻ്റെ മുഖത്തുനിന്ന് വന്നില്ല എന്ന് സിറാജ് ഖാൻ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ഈ ഡയറക്ടർമാരുടെ ഒരുപാട് കഴിവും ഉണ്ട്. കാരണം വെറൊരു നടനായി മാറാനെന്ന ഒരിക്കലും ഒരാളെ കൊണ്ട് സ്വയം കഴിയുന്നില്ല. അതിൻ്റെ പിന്നീട് ഒരു ഡയറക്ടർ ഉണ്ടാവും. അതുപോലത്തെ 2 ഡയറക്ടർ. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ വ്യത്യസ്തമായൊരു കരച്ചിൽ നിന്ന് മാറി വ്യത്യസ്തമായൊരു വേഷം ആദ്യമായിട്ട് ചെയ്തതായിരുന്നു നമ്മളെ എന്നെ മാത്രം കാത്തിരിക്കും. കൊട്ടേഷൻ ആദ്യമായിട്ട് ഞാൻ വേറൊരു വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വേഷങ്ങളും ഇവർ എന്നെ വെച്ച് പരീക്ഷയിൽ നിങ്ങളോടൊക്കെ തീർത്താ തീരാത്തൊരു നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഒരു ഈദുൽ ഫിത്തർ, ഈ പെരുന്നാളിന് മുൻകാലത്ത് നിങ്ങളുടെ പെരുന്നാളും ഇപ്രാവശ്യത്തെ പെരുന്നാളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെരുന്നാൾ ഏതാണ്? ചെറുപ്പകാലത്തെ പെരുന്നാളാണ് ഈ പെരുന്നാൾ? അതിനെ കുറിച്ച് എന്തായാലും ഇപ്പോ ഇപ്രാവശ്യം പെരുന്നാൾ ഇപ്പൊ നടന്നുകൊണ്ട് ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് പെരുന്നാൾ വളരെ നല്ല രസമുള്ള പെരുന്നാളാണ്. കാരണം അന്ന് പഴയ കാലം നമ്മൾ എല്ലാവരും പറയും പഴയ കാലമാണ് നല്ല പെരുന്നാൾ എന്ന് വെച്ചാൽ, പഴയ കാല പെരുന്നാൾ എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ഇതിൽ ഒതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പ അമ്മ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അപ്പം ഇപ്പോന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സുകൾ. നമ്മളെ കലാപരമായിട്ട് കലയെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കലാപരമായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളായിട്ടും പെരുന്നാളിന് ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം. അപ്പോൾ എൻ്റെ ഒരു ബേസിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പെരുന്നാൾ തന്നെയാണ് എപ്പോഴും. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് സൗഹൃദ വലയങ്ങൾ എല്ലാം ഉണ്ടാവും. കാരണം അതിലെനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സോങ് നമ്മൾ പാടിയിരുന്നു ഈദുൽ ഫിത്തറിൽ. സലീം മറ്റേ ഷെയർ ബിഷിത്തേക്കും സലീം കൊടുത്തു ലിറിക്സ് മ്യൂസിക്കൊക്കെ ചെയ്തിട്ട് അതെ മുത്തുക കോറസൊക്കെ പാടിയ നല്ലൊരു പാട്ടുണ്ട്. അതിൽ 3ാമത്തെ സോങ് ആയിട്ടാണ് ഈദുൽ ഫിത്തറിൽ. അതിന്റെ തുടക്കം പ്രിയരാം സ്നേഹിതരാത് ഇല്ല, അത് സലീം പ്രിയരാം സ്നേഹിതരെ എൻ കൂടെ പിറപ്പുകളെ ഈ നാളിൽ ഞാനോദാ ഈദിനാശംസ. പ്രിയരാം സ്നേഹിതരെ എൻ കൂടെ പിറപ്പുകളെ ഈ നാളിൽ ഞാനോദാ ഈദിനാശംസ. വീട്ടുകാർക്കും ഈദ് മുബാറക്, കൂട്ടുകാർക്കും ഈദ് മുബാറക്, സഹോദരങ്ങൾക്കും ഈദ് മുബാറക്. ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഗൾഫിൽ പോകുന്ന സമയത്ത് ഉണ്ടാക്കിയൊരു പാട്ടാണ്. കാരണം എല്ലാവരും നമ്മൾ കൂടപ്പിറപ്പുകളാണെന്ന് തോന്നി. വളരെ ഞാൻ എപ്പോഴും ഗൾഫിൽ പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകാറ്. പക്ഷെ പെരുന്നാളിന്
പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ വല്ലാതെ മിസ് ചെയ്യുമെന്നും തോന്നിയപ്പോൾ ഉണ്ടാക്കിയൊരു എന്താണ്. പക്ഷെ ഇന്ന് നമ്മൾ ആ സെറ്റിലായാലും എല്ലാവരും ഏറ്റുപാടുന്നു കണ്ടപ്പോൾ അത് എന്തായാലും ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ സിറാജ് മുൻകാലത്തെ പെരുന്നാളും ഇപ്രാവശ്യം ഇപ്പോൾ ഉള്ള പെരുന്നാളിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ചുരുക്ക രീതിയിലൊരു വിശേഷം. എനിക്ക് മുൻകാലങ്ങളിലെ പെരുന്നാളിനോടാണ് ഇഷ്ടം. കാരണം ഇപ്പോ എന്നും പെരുന്നാളാണ്. അതെ ഇപ്പൊ പെരുന്നാളിന് വ്യത്യസ്തമൊന്നുമില്ല. മുൻകാലങ്ങളിലാണ് ആ പെരുന്നാൾ എൻജോയ് ചെയ്തതും അതിശയം തോന്നിയുള്ളതും പുതിയ ഉടുപ്പുകൾ കിട്ടുമ്പോൾ അതിന്റെ സന്തോഷമൊക്കെ തോന്നിയുള്ളത്. പിന്നെ ഈ 27 രാവിന്റെ ഒക്കെ ക്യാഷൊക്കെ അന്ന് കിട്ടിയ അന്ന് 10 പൈസ കിട്ടുകയാണെങ്കിലും എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും മുന്നത്തെ പെരുന്നാൾ തന്നെയാണ് പെരുന്നാൾ. എനിക്കും അതുപോലെ തന്നെ കാരണം എന്താ വെച്ചാൽ മുന്നത്തെ പെരുന്നാളിന് ആ പെരുന്നാളിന്റെ രാവിലെ ആയി കഴിഞ്ഞാൽ തന്നെ തോന്നുന്നു ഇന്ന് പെരുന്നാളാണ്. അതിന്റെ ഒരാഴ്ച മുന്നേ തന്നെ പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുന്ന പ്രകൃതി തന്നെ നമുക്ക് അതുപോലെ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ എന്നും പെരുന്നാളാണ്. എങ്കിൽ കൂടി ഒരു നല്ല വ്രതശുദ്ധിയുടെ നാളുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് വരുന്ന പെരുന്നാളെ കൊണ്ട് ആ പെരുന്നാളിൽ എല്ലാവരും വരവേൽക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. 27 നഷ്ടമാവുന്നില്ല ഷാജിക്ക ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഈദുൽ ഫിത്തറിൽ ഇപ്പോ ഒരുപാട് കലാകാരന്മാർ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫൈസൽ പൊന്നാനി ഇതില് മെയിനായിട്ട് ഇപ്പൊ ചെയ്തിട്ടുള്ളത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഒന്ന് പാട്ട് സലീം കൊടുത്തവരുണ്ട്. പിന്നെ ലിറിക്സ് ചെയ്തിട്ടുള്ള ഒന്ന് സയനുണ്ട്. പിന്നെ ഷെയർ പി സിദ്ദീഖ്, ആഷിഖ് ചെറുതുരുത്തിയായിട്ടൊരു പുതിയ ആളുണ്ട്. പിന്നെ ഹൈവേ നാസർ കാസർഗോഡുള്ള പുള്ളിയുണ്ട്. അതേപോലെ ഫൈസൽ പൊന്നാനി. ഫൈസൽ പൊന്നാനിയെ ടൈറ്റിൽ സോങ് ഒരു നല്ലൊരു അത് ആ ഗാനത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈദുൽ ഫിത്തർ എന്ന ആൽബത്തിൽ ഏറ്റവും നല്ല ഒരു ഗാനം തന്നെയാണ്. തീർച്ചയായും. കാരണം ഒരു റമദാനിന്റെ 30 ദിവസത്തെ പരിശുദ്ധിയെ ആദ്യ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 വേർതിരിച്ച് ബാബുവള്ളിപ്പറമ്പ് അത് പറഞ്ഞ് ലാസ്റ്റ് അത് ഈദുൽ ഫിത്തറിന്റെ മഹിമകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വളരെ ആ ഒരു ചുരുങ്ങിയ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ അത് വലിയൊരു കഥ ഒരു ചുരുക്കം ഒരു 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ വലിയൊരു ഇഷ്ടപ്പെട്ട കഥയാണ്. വിഷ്വല് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇൻഷാല്ലാ അടുത്ത വർഷത്തെ ഞങ്ങളുടെ ഈദുൽ ഫിത്തറിന്റെ മാസ്റ്റർ സോങ് അതാണ്. പിന്നെ അതേപോലെ ആ പാട്ടിന്റെ വരികള് സിറായിക്കൊക്കെ അറിയാം. 2 വരി പാടാം. റഹ്മത്തിന്റെ എന്തായാലും നല്ല, കാരണം വളരെ ഫീല് നമുക്ക് ആ പാട്ട് കേട്ടതുണ്ട്. റമദാൻ ഇത്രക്കധികം പോരുഷയുള്ളതാണെന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അവസാനം അത് ഇതിലേക്ക് എത്തിക്കും. പിന്നെ ഈ ഈദുൽ ഫിത്തറിലെ ഒരു പെരുന്നാൾ സോങ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെല്ലാവരും അഭിനയിച്ചു. നല്ലൊരു പാചകക്കാരനായിട്ട് നല്ല വേഷം ചെയ്ത ആളാണ്. ആ വരി ഓർമ്മ ഉണ്ട്? ആലിപ്പ പെരുന്നാളം വിളി ദൂരെ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ. ഇലാഹിന്റെ നാമം ഉണർത്തുന്ന നാദം, വിശലിന്റെ താളം, മനസ്സിന്റെ ഓളം, തകിലും കുഴലും കൊഴുക്കുന്നു മേളം, കുഞ്ഞി ചാലിക്കുന്ന ധ്വനികൾ, കൈമളകൾ, അത്തരിട്ട കുട്ടനോട് കുട്ടനൊട്ട പാട്ട്, തട്ടമിട്ട കരുണകൾ കുട്ടൻ കൂടി ചേർത്ത് ഒരുമിച്ചൊരുമിച്ച ഈദുൽ ഫിത്തർ സമയത്ത് നാം ധർമ്മങ്ങൾ ചെയ്തിട്ട് സന്തോഷം പങ്കിട്ട് നല്ല ഇതിന്റെ ദൃശ്യാവിഷ്കാരം എന്തായാലും എല്ലാവരും കാണുക. ഈ CD വായിച്ച് കാണുക. ഇതില് ആ നല്ല അനുഭവങ്ങൾ തന്നെ. ഇതില് വേറൊരു എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് നല്ലൊരു പാട്ടാണ് നമ്മൾ അരവിന്ദേട്ടൻ സ്നേഹിതരെ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ ഒരു പുതിയൊരു ആൽബം ഒന്നായി ചേരുമ്പോൾ മണ്ണിൽ പെരുന്നാള്. അത് നാട്ടിലെ പെരുന്നാളും അതുപോലെ തന്നെ ഗൾഫില് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ, പെരുന്നാൾ ഗൾഫിൽ ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ നാട്ടിലത്തെ ആ പെരുന്നാൾ മിസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രവാസികളായ മലയാളികൾ പാടുന്നതായിട്ടും അതേ സമയത്ത് തന്നെ ഗൾഫിൽ നാട്ടിലുള്ള ചെറുപ്പക്കാർ പാടുന്നതായിട്ടുള്ള ഒരു നല്ല ഗാനം ഷെയർ പി സിദ്ദീഖ് രചന നിർവഹിച്ച് ഞാനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗാനം നല്ല ചെറിയ പെരുന്നാൾ എന്ന ഓറഞ്ച് മീഡിയയുടെ വർക്കിൽ തന്നെ ഉണ്ട്.
അത് ആ ഗാനം ഒരു രണ്ടുപേരും മാനത്തോരം വിളിത്തുണ്ട് തെളിഞ്ഞു മാലോകരക്കയും ഒന്നായി പറഞ്ഞു മാനത്തോരം വിളിത്തുണ്ട് തെളിഞ്ഞു മാലോകരക്കയും ഒന്നായി പറഞ്ഞു ആശംസ ചൊല്ലി നാം ഒന്നായി ചേരുമ്പോൾ മണ്ണിൽ പെരുന്നാള് ആശംസ ചൊല്ലി നാം ഒന്നായി ചേരുമ്പോൾ മണ്ണിൽ പെരുന്നാള് ഇന്ന് പെരുന്നാള് നമുക്ക് പെരുന്നാള് ഇല്ല പെരുന്നാള് നമുക്കോ മണ്ണിൽ പെരുന്നാള്. നല്ല ഒരു ഗാനം തന്നെ. വളരെ അല്ല, ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഭവമുണ്ട്. ഈ സോങ് ചെയ്ത് ഗൾഫിൽ നിന്നാണ്. അതില് നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് അച്ചാപ്പു, മെട്രോ മനാഫ്, അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. വളരെ നല്ല രീതിയിലുള്ള ഡാൻസ് ആയിരുന്നു. എന്തായാലും എല്ലാവരും വളരെ നല്ല വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി. അവരോട് നമുക്ക് നന്ദി പറയണം. ബിരിയാണിയും സദ്യയും പായസവും എല്ലാം അങ്ങനെ വിവിധ ഗതങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും കാത്തിരിക്കാൻ. പക്ഷെ അവിടെ ഞാൻ ശരിക്കും കൂടി പായസം വെച്ച് ഇവിടെ നാട്ടില് സിറാജ് മുത്തു കൂടി പായസം വെച്ച് അതാണ് അതിന്റെ കാരണം. എന്തായാലും ഇത്രയും നേരം നമ്മുടെ അധികം ഇവരെ കാരണം ഒരുപാട് ആളുകൾ വിരുന്നുകൾ പോകാനുള്ള ആളുകളുണ്ടാവും. നല്ല സദ്യ ഒരുക്കിയിട്ട് നല്ല രുചികരമായ മലബാർ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നവരുണ്ടാവും. വലിയൊരു സദ്യയല്ലേ നമ്മളെ വിശേഷമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സദ്യ. കുറച്ച് സമയമാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയായ സന്തോഷം. എന്തായാലും പുതിയ ഞങ്ങളുടെ വർക്കായ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ, അതുപോലെ തന്നെ സഹയാത്രികൻ, സലാം സലീം, ഫാന്റസിയും കോടത്തൂരും എന്ന് പറയുന്ന വർക്ക്, പിന്നെ കത്ത്, അതുപോലെ തന്നെ ഷാനിഫ്കയുടെ ഒരു വർക്കുണ്ട്, പിന്നെ ഞാൻ മ്യൂസിക് ഷാപരിച്ചകം ബട്ടർഫ്ലൈസ് രചന നിർവഹിച്ച ഒരു കൈസ് എന്ന ആൽബം ഉണ്ട്. ഷാനിഫ്കയുടെ ഒരു വർക്ക് ഉണ്ട്. എന്താ അതിന്റെ ബട്ടർഫ്ലൈസ് അതുണ്ട്. ഇതെല്ലാം സ്വീകരിക്കുക. എന്തായാലും ഞങ്ങളുടെ കളങ്കമില്ലാത്ത ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഈ എളിയ കലാകാരന്മാരെ എല്ലാവരെയും ഉൾപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇതുവരെ തന്ന പ്രോത്സാഹനം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും നല്ല മനസ്സിൽ നല്ലവരായ നിങ്ങളുടെ നല്ല മനസ്സിൽ ഞങ്ങളെല്ലാവരുടെയും ഉൾപ്പെടുത്തി ഞങ്ങളുടെ വർക്കുകൾക്ക് പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈദുൽ ഫിത്തർ എന്ന ആൽബത്തിലെ ആ ഒരു ഗാനത്തോടൊപ്പം അതിൻ്റെ ദൃശ്യാവിഷ്കാരവുമായി ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പെരുന്നാളമ്പിളി ദൂരെ പൊലിവിൻ പുഞ്ചിരി തൂകെ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ ഇലാഹിന്റെ നാമം ഉയർത്തുന്ന നാണം ഈശ്വലിന്റെ താളം മനസ്സിന്റെ ഓളം തകിലും കുഴലും കൊഴുക്കുന്നു മേളം കൊഞ്ചി കൊഞ്ചി കടങ്ങുന്ന ധ്വനികൾ അത്തരിട്ട് പുത്തനോട് കൊണ്ടുകൊണ്ട് പാട്ട് പുത്തനിന്റെ നീളം കൂടി ചേർന്ന് ഒരുമിച്ചൊരുമിച്ച് സമച്ച് കർമ്മം ചെയ്തിട്ട് സന്തോഷം പങ്കിട്ട് നാളമ്പിളി ദൂരെ പൊലിവിൻ പുഞ്ചിരി തൂകെ അഹദിൻ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ. പെരുന്നാളമ്പിളി ദൂരെ പുലിവിൻ പുഞ്ചിരി തൂകെ അഹദിൻ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ ഇലാഹിന്റെ നാമം ഉണർത്തുന്ന
ഉണർത്തുന്ന നാദം ഈശലിന്റെ താളം മനസ്സിന്റെ ഓളം തകിലും കുഴലും കൊഴുക്കുന്നു മേളം തെന്നി തെന്നി പറക്കുന്ന തെന്നൽ ചൊല്ലുന്നു തക്ബീരിൻ ധ്വനികൾ കൊഞ്ചി കൊഞ്ചി ചിരിക്കുന്ന മുറ്റത്തികൾ ഒരുക്കുന്നു മെഹന്തിട്ട കൈവളകൾ അത്തറിട്ട പുത്തനോടുപ്പിട്ട് കൊത്തും പാട്ട് തട്ടമിട്ട തരുണികൾ കൂട്ടം കൂടി കേട്ട് ഒത്തൊരുമിച്ചൊരു മുട്ട തീർത്തിട്ട സുന്നത്ത് നാം കർമ്മങ്ങൾ ചെയ്തിട്ട് സന്തോഷം പങ്കിട്ട് പെരുന്നാളമ്പിളി ദൂരെ ഒലിവിൽ പുഞ്ചിരി തൂകേ അഹദിൻ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ പെരുന്നാളിനമ്പിളി ദൂരെ ഓ പൊലിവിൽ പുഞ്ചിരി തൂകേ മുപ്പതകന്ന് റബ്ബ് റഹ്മത്തേറെ ചൊരിഞ്ഞ് കരളിൽ കറകളകന്ന് കൺമിഴിയിൽ പൊലിവ് നിറഞ്ഞ് റമദാൻ മുപ്പതകന്ന് റബ്ബ് റഹ്മത്തേറെ ചൊരിഞ്ഞ് കരളിൽ കറകളകന്ന് കൺമിഴിയിൽ പൊലിവ് നിറഞ്ഞ് അഖിലമമൈത പുരാണേ അനുഗ്രഹം ചൊരിയേണേ കോരേ ഇന്ന് ഒരുമയിൽ ഈ ദിനം വർണ്ണങ്ങൾ വിതരണം ഇനി നിരവധി മധുരം നുകരണ നിമിഷം പലവിധ പരിഭവ മനസ്സുകൾ ഒരുമിക്കും പെരുന്നാളിനമ്പിളി ദൂരെ ഓ പൊലിവിൽ പുഞ്ചിരി തൂകേ അരികിൽ പൂത്തിരി കത്തി അകതാരിൽ മോഹമുണർത്തി അഴകിൽ ചേല നിവർത്തി ചേരുള്ളൊരുവൾ സുമുഖത്തി അരികിൽ പൂത്തിരി കത്തി അകതാരിൽ മോഹമുണർത്തി അഴകിൽ ചേല നിവർത്തി ചേലുള്ളൊരുവൾ സുമുഖത്തി മനസ്സും മനസ്സും തിരിനീട്ടി തെളിയും മലർമീഴി പൂട്ടി ഈ രാവിലൊരുക്കണം തോരണം തൂക്കണം ഇനി കരകവിഞ്ഞൊഴുകണം മുഴപ്പോൾ പൊലിവുകൾ കൽവിൽ ഒളി തെളി പെരുന്നാൾ ഓർമ്മിക്കും പെരുന്നാളമ്പിളി ദൂരെ പുലിവിൻ പുഞ്ചിരി തൂകേ അഹദിൻ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ ഇലാഹിന്റെ നാമം ഉണർത്തുന്ന നാദം ഈശ്വരിന്റെ താളം മനസ്സിന്റെ ഓളം തകിലും കുഴലും കൊഴുക്കുന്നു മേളം തെന്നി തെന്നി പറക്കുന്ന തെന്നൽ ചൊല്ലുന്നു തക്ബീരിൻ ധ്വനികൾ കൊഞ്ചി കൊഞ്ചി ചിരിക്കുന്ന മുറ്റത്തികൾ ഒരുക്കുന്നു മെഹന്തിട്ട കൈവളകൾ അത്തറിട്ട പുത്തനോടുപ്പിട്ട് കൊത്തും പാട്ട് തട്ടമിട്ട തരുണികൾ കൂട്ടം കൂടി കേട്ട് ഒത്തൊരുമിച്ചൊരു മുട്ട തീർത്തിട്ട സുന്നത്ത് നാം കർമ്മങ്ങൾ ചെയ്തിട്ട് സന്തോഷം പങ്കിട്ട്
പെരുന്നാളം വിളി ദൂരെ പുലിവിൻ പുഞ്ചിരി തൂകെ അഹദിൻ അനുഗ്രഹമേറെ ചൊരിയും സുദിനമിതാണേ തനനന്ദം തനനന്ദം തന്താനേ നാനേ തനനന്ദം തനനന്ദം തന്താനേ നാനേ തന്താനേ നാനേ തന്താനേ നാനേ തന്താനേ നാനേ തന്താനേ നാനേ